തിരുദീപമേ അണയാതെ നീ തെളിവേണമേ മണിദീപമായി തിരുനാമമായി ജപമന്ത്രമായി നാമമായി ജപമന്ത്രമായി കണ്ണിലെ തിരിനാളമായി ഇരുൾമായ്ക്കുവാൻ വരവേഗണേ. മാത്രമായി കാണാതെ അത് തന്നെ കർത്തവ്യമായി കണ്ട് വനസംരക്ഷണത്തിന് വേണ്ടുന്ന പ്രാധാന്യം കൊടുക്കുകയും അതുമായി ബന്ധപ്പെടുന്ന ഏത് പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ശ്രീ കോശി ജോൺ സാറിനെ സ്വാഗത പ്രസംഗത്തിനായി വേദിയിലേക്ക് സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും ജൂലൈ ആദ്യ വാരം നമ്മുടെ വനമഹോത്സവമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഈ വർഷം ഈ സ്കൂളാണ് ഞങ്ങൾ അതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉദ്ഘാടന പരിപാടി നടത്തുന്നതിനായിട്ട്. വൃക്ഷങ്ങളോടുള്ള ഒരു താല്പര്യമുള്ള ഒരു സ്കൂൾ തന്നെയാണ്. ഇവിടെ തന്നെ ഈ വേദികളിൽ ധാരാളം ചെടികൾ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ പരിസര പ്രദേശങ്ങളെല്ലാം യാദഗിരി മേഖല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നല്ലതുപോലെ പരിചരിച്ച് ഒരുപാട് വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങള് ശാസ്താംകോട്ട കായൽ തീരത്ത് ചെയ്ത ഒരു ജോലി, ഈ വൃക്ഷങ്ങളിൽ തന്നെ ശത്രുക്കളായ വൃക്ഷങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ അക്കേഷ്യ എന്ന് പറയുന്നത്. സാമൂഹിക പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും തല്ലാൻ കഴിയുന്ന ഏത് സമാധാനം ചെയ്യാൻ എപ്പോഴും സന്നദ്ധയുമായ ബഹുമാനപ്പെട്ട ശാസ്താംകോട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീത അവരുടെ അധ്യക്ഷ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൊല്ലം ജില്ലയിൽ തന്നെ ജൂലൈ 1 മുതൽ 7 വരെ വനമഹോത്സവത്തിന്റെ ആചാരമായി നടത്തുകയും അതിന്റെ ഉദ്ഘാടന തലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ നിർവഹിക്കുകയും ചെയ്തു. Earth is the only known planet having life in this universe. We should respect and maintain everything we get from our Mother Earth. ലോക ഹൃദയത്തിലേക്ക് പെൺകുട്ടി കാലാവസ്ഥ സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങളുടെ ആഗോളമുഖമെന്നൊക്കെ ജനങ്ങളിൽ തന്നെ വായിക്കുന്നു. ആദ്യമായി ഗ്ലോബൽ ഹിയർ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി എനിക്കാണ് ലഭിക്കുന്നത്. ഏകദേശം 8,70,00,000 രൂപ. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്കും പാവപ്പെട്ടവർക്കും സാമൂഹിക സംഘടനകൾക്കുമായി ഞാൻ ആ തുക മാറ്റിവെച്ചിരിക്കുന്നു. The name of our project is AI-based Wild Guard Tracker. This project aims to promptly alert the Forest Department about the entry of wild animals into our compound or surrounding area, enhancing safety through timely responses and effective management of wildlife. Enhanced safety and wildlife management system. It points to the goals of improving safety and supports wildlife necessity. പ്രോജക്റ്റിന്റെ മെയിൻ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളിവിടെ മെയിൻ ആയിട്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത് ഒരു AI ക്യാമറയാണ്. അപ്പൊ നമ്മൾ ഈ AI ക്യാമറ പ്ലേസ് ചെയ്യാൻ കാരണം എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് ഇപ്പം
ഈ എലിഫന്റിനൊക്കെ അവർക്ക് കേൾക്കാം. അപ്പം നമുക്ക് ഇവിടെ ആ ഒരു ആനിമലിനെ കൊണ്ടുവരാനുള്ള പാടുകൊണ്ട് നമ്മളിപ്പോ ഒരു ഫോട്ടോ അവിടെ പ്ലേസ് ചെയ്യണം. അപ്പൊ ഫോട്ടോ പ്ലേസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ബസർ കേൾക്കാൻ പറ്റും, ഇങ്ങനെ ഒരു സൗണ്ട്. അപ്പം ആ ഒരു സൗണ്ട് ഇവിടെ ഈ റെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ awareness about the importance of keeping the lake clean. This can help prevent further pollution. We'll definitely do our part. Thanks for explaining everything. Clean that. It's reassuring to know that technology is mainly to reduce injuries and damages done by the animals. It's also detect even if the animal is so swift. എല്ലാവർക്കും നമസ്കാരം. 2023 മെയ് 1 ലോകത്തെ മുഴുവൻ നടക്കിയ വിമാനാപകടത്തിൽ നിന്നും പിറവി കൊണ്ട ആമസോൺ മക്കളുടെ ഈ യാത്രയിലേക്ക് ഏവരെയും ഞാൻ ക്ഷണിക്കുന്നു. സൊനേലി, ദിയൻ, ക്രിസ്ത്യൻ, നിങ്ങൾ എവിടെയാ? ലെസ്ലി, ഞങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് ആശ്വാസമായി. വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാം. ലെസ്ലി, എനിക്ക് ദാഹിക്കുന്നു. വരൂ, നമുക്ക് ആ നദീതീരത്ത് പോയി വെള്ളം കുടിക്കാം. എന്നാ ചെയ്യാൻ വെള്ളം. വനമഹോത്സവത്തിന്റെ ഭാഗമായി ഈ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഇവിടെ പരിപാടികൾ നടത്തുന്നത്. അതിന്റെ ഉദ്ഘാടന കർമ്മമാണ്. നന്നായിട്ട് പരിപാലിച്ച് വളർത്തി അതിന്റെ പ്രാധാന്യം നിങ്ങൾ ഉൾക്കൊണ്ടുവരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു, അറിയുന്നതിന്റെ സന്തോഷവും നിങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്യും. ഈ വനമഹോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനത്തിന് ബ്രോക്ക് ഇന്റർനാഷണൽ സ്കൂൾ തെരഞ്ഞെടുത്തതിന് ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ് എന്ന നിലയിൽ ആദ്യമായി ഞാൻ സർവീസ് വന്നിട്ട് 26 വർഷമായി. എന്റെ ചരിത്രം, എന്റെ ജീവിതത്തിൽ, എന്റെ സർവീസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു പരിപാടി കാണും. കാരണം വെച്ചാൽ പലരും വിമർശിക്കാറുണ്ട്, നിങ്ങൾ തൈ കൊടുത്തിട്ട് ഈ തൈകളൊക്കെ ഒന്നും ആയിട്ടില്ല, ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ ഞങ്ങളെ വിമർശിക്കാറുണ്ട്. ഇതൊക്കെയാണ് ആരെങ്കിലും കൊണ്ട് വെക്കുന്നുണ്ടോ, നിങ്ങളത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടോ? പക്ഷെ ഇന്ന് ഇത്രയും കുട്ടികൾ അവര് വച്ചു പിടിപ്പിച്ചത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇതുപോലെ വേറെ ചെയ്ത് കാണണം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ പരിപാടികൾ കാണും. ഈ ഷോർട്സ് ഒക്കെ ഇടാൻ വേണ്ടി മാത്രം ഒരു പരിപാടി. ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂളിലെ ബഹുമാനിയും പ്രിയങ്കരരുമായ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, വനമ